നടക്ക് എന്ത് പോവാൻ പാട്. തള്ളല്ലടാ മോനെ, അമ്മ വീണില്ലേ? പിന്നെ പോയിട്ട് വരുന്ന വഴിക്ക് നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം രാത്രി. ആ ഉമ്മ എപ്പോ വന്നു? അത് കുഴപ്പമൊന്നുമില്ല, ടിക്കറ്റ് അടുത്ത് തന്നെയല്ലേ, നമുക്ക് രണ്ടുപേർക്ക് പോവാം. അതെ, നിങ്ങളുടെ കള്ളക്കരച്ചിലൊന്നും വേണ്ട, മര്യാദയ്ക്ക് 2 ദിവസം നിൽക്കാൻ നോക്കിയിട്ടേ ഉമ്മ തിരിച്ചു പൊക്കോ. ഇപ്പൊ വന്നിട്ട് ഒരാഴ്ചയായില്ലേ, പോണമെന്നൊന്നുമില്ലേ? നിന്നോടൊക്കെ പടച്ചം മുറുക്കില്ല. നീ ആരെ കാണിച്ചെന്നറിയോ? പെറ്റ തള്ളേ നീ കാണിച്ചുള്ളതൊക്കെ. മോനെ അറിഞ്ഞ എൻ്റെ മോൻ നെഞ്ചു പൊട്ടി തകർന്നു പോകും, അതുകൊണ്ട് ഞാൻ പറയും കൊണ്ട്. ഇത് നിങ്ങളുടെ മോന്റെ പേരിലൊന്നുമില്ല വീട്, ഇത് എന്റെ മോളുടെ പേരിൽ ആയിക്കോട്ടുള്ള. ഉമ്മ ഞാൻ പുറത്താക്കി. എന്ത് ഉമ്മാനെ പുറത്താക്കിന്നാ? നീ ആദ്യം ഇറങ്ങണ അവിടെ നിന്ന്, ഇറങ്ങണ എന്റെ വീട്ടിൽ നിന്ന് പുറത്ത്. ഇപ്പൊ കൈയെടുത്തേത് എന്റെ ഭർത്താവാ. കാലിക്കുട്ടിനും കൂട്ടിട്ട് പുതിയ ജീവിതം തുടങ്ങണം. ഞാൻ വെള്ളം കൊണ്ടുവരാ. കുഞ്ഞുമൊക്കെ എന്താ എത്ര വിഷമാവും? എവിടെ പോയിന്ന് ഒരു പിടുത്തല്ലേ. നോക്കുമ്പോണ്ട് വീട്ടിൽ അറിഞ്ഞ് ഇറക്കി വിട്ടു തരാ. ബസ്സിൽ വെച്ച് കണ്ടപ്പോ ഞാൻ കൊണ്ടുവന്നു. അവിടെ ഉണ്ട്. ഈ കാര്യം എനിക്ക് അനുസരിക്കാൻ പറ്റില്ല. നിങ്ങൾ എവിടെയോ താമസിക്കേ. എന്തിനാ മോനെ എങ്ങനെയൊക്കെ പറഞ്ഞ ഉമ്മാനെ വേദനിപ്പിക്കണേ? നിങ്ങൾ തരണ്ട, അവൻ മാത്രം വന്നാ മതി. ഈ വാടക വീട്ടിൽ താമസിക്കാൻ വിട്ടാച്ചോട്ടെ. മോനെ എണീക്കടാ, എണീച്ചിട്ടില്ല ഇത്ര നേരമായിട്ട്, എണീക്ക്. സിത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ, എന്താണോ? ഷമീർക്ക, ഇത് ഞാനാണ്, സിത്തു. ഷമീർക്ക, ഉപ്പ പറഞ്ഞതൊന്നും കാര്യമാക്കി എടുക്കണ്ടാട്ടാ. എനിക്ക് ഷമീർക്ക് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ലക്ക. ഞാൻ ഉമ്മാനെയും ഒക്കെ നോക്കിയിട്ട് ഷമീർക്കാൻ്റെ കൂടെ തന്നെ ഇരുന്നോളാം. വാടക വീടാണെങ്കിലും കൂടി കുഴപ്പമില്ല ഷമീർക്ക. ഞാൻ ഇന്ന് അങ്ങോട്ട് വരാമെന്ന് വെച്ചിട്ടാ. എനിക്ക് ഷമീർക്ക് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ലക്ക. പെട്ടെന്ന് എന്തൊരു സ്വഭാവത്തിലൊരു മാറ്റം. ഞാൻ പോവില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമോ? ഹലോ. ഇപ്പോഴെങ്കിലും നിന്റെ മനസ്സ് മാറിയല്ലോ. ഉമ്മാക്ക് അറിഞ്ഞ നല്ല സന്തോഷമാവും. ഞാനും നിന്നെ ഓരോന്നും പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഞാൻ വലിയ കാര്യമാക്കാൻ നിൽക്കണ്ട. വാടക വീടാണെങ്കിലും നമുക്ക് ഇവിടെ സന്തോഷമായിട്ട് കഴിയാം. ഞാനും നീയും ഉമ്മയൊക്കെ ആയിട്ട്. ഈ സന്തോഷം നമുക്ക് എവിടെ കിട്ടുക? അപ്പോൾ അതുകൊണ്ട് നീ വായ, എന്തായാലും നമുക്ക് നല്ലൊരു സന്തോഷം, നല്ലൊരു പുതിയ ജീവിതം എന്ന രീതിയിൽ നമുക്ക് നിൽക്കാം കേട്ടോ. പിന്നെ ഇന്നലെ നിൻ്റെ ഉപ്പാക്ക് ഫോൺ വിളിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഉപ്പാട് പറഞ്ഞിട്ടാ, കാര്യമാക്കണ്ടെന്ന് പറഞ്ഞിട്ടാ. എന്തായാലും ചായ കുടിക്കേ. എത്ര നേരമായി മോനെ നീ? ആരുടെ മോനെ സംസാരിക്കുന്നത്? അത് സിത്തു വോയിസ് അയച്ചിരിക്കണം വാട്സപ്പിൽ. ഇന്നലെ ഉപ്പാക്ക് വിളിച്ച് പറഞ്ഞുകൊണ്ടാണെന്ന് അറിയില്ല, എന്താണെന്ന് അറിയില്ല. അപ്പോൾ വോയിസ് മെസ്സേജ് അയച്ചിരിക്കണം. ഇക്കല്ലാണ്ട് എനിക്ക് പറ്റില്ല, ഞാൻ ഇങ്ങോട്ട് വരികയാണ്, ഉമ്മാനും ഇക്കാനൊക്കെ ഒരുമിച്ച് ജീവിക്കുക, ഒരു കുഴപ്പമില്ല, വാടകയാണെങ്കിലും ഞാൻ ജീവിക്കുക എന്നൊക്കെ പറഞ്ഞ് വോയിസ് അയച്ചിരിക്കണം. ഞാൻ എന്താ പറയുക? മോനൊന്നും പറയണ്ട. അതേ, ആ കുട്ടി ഇങ്ങോട്ട് വിളിച്ചത് മോൻ്റെ സന്തോഷത്തിനാണ്. നമുക്ക് നല്ല കാര്യമാണ്. അവരുടെ ഇപ്പോൾ വന്നപ്പോഴും ഞാൻ അതന്നെ മോനെ പറഞ്ഞേ. നമുക്ക് അവർ ഇങ്ങനെ ഇരിക്കുന്നത് തന്നെ നമുക്ക് നല്ലതാണ്. അവർ ചെറുപ്രായമല്ലേ. എൻ്റെ മോനോട് കുറേ ഞാൻ പറഞ്ഞു അങ്ങോട്ട് പോകാൻ. അപ്പോൾ ഈ പോണില്ല എന്നല്ലേ പറയണേ. മോൻ്റെ ആഗ്രഹം പോലെ ആ കുട്ടി ഇങ്ങോട്ട് വരികയാണെങ്കിൽ അത്രയും സന്തോഷം ഉമ്മാക്ക്. നിങ്ങളിങ്ങനെ ഇരുന്ന് ജീവിക്കുന്നതല്ല, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം മോനെ. അതാണ് ഉമ്മാക്ക്. എന്തായാലും ആ കുട്ടി ഇങ്ങോട്ട് വിളിച്ചില്ലേ, വോയിസ് വിട്ടതാണല്ലേ, സമാധാനം. എൻ്റെ മോൻ പറയും ഇങ്ങോട്ട് വരാൻ പറയും, ഉപ്പയായിട്ട് ഇങ്ങോട്ട് വായോ എന്ന് പറയും. സന്തോഷമായിട്ടിരിക്കും മോനെ. അതാണ് ഉമ്മാക്ക് ഏറ്റവും. ഉമ്മയായിട്ട് നിങ്ങളിങ്ങനെ ഇരിക്കുന്നത് ഉമ്മാക്കൊരു സമാധാനം ഇല്ല. ഉമ്മാക്ക് ടെൻഷൻ അതാണ്. ഇങ്ങനെയൊക്കെ ആവുമെന്ന് നമുക്കറിയില്ലല്ലോ അമ്മ. എന്തായാലും എനിക്കുണ്ടായിരുന്നു അമ്മ. എത്ര ചില പെണ്ണ് വീട്ടിലൊക്കെ നമ്മൾ നിൽക്കുക, ഒരുപാട് ബുദ്ധിമുട്ട് എനിക്കുണ്ടായിരുന്നു. ഞാൻ ആരോടെ പറയുക, ഇങ്ങനെയൊക്കെ നിന്ന് ഇതാക്കിയതാണ്. അത് പഠിച്ചവനായിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി ഇപ്പോൾ ഇവിടെ വരെ എത്തി. എല്ലാം നല്ലതാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ കണ്ടില്ലേ, കുഴപ്പമില്ലാണ്ട് അവളിനെ ഇപ്പം എൻ്റെ അടുത്ത് വന്നില്ലേ, വാടക ഇവിടെ താമസിക്കുക എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ടല്ലോ. അത്രേ ഉള്ളൂ. അൽഹംദുലില്ലാ, കുഴപ്പമില്ല, മൻ സന്തോഷമായിട്ടിരിക്കുക, അത്രേ ഞാൻ പറയുന്നുള്ളൂ. മോനെ, ഉമ്മാക്ക് ഇപ്പോഴാടാ ഒരു സമാധാനം വന്നത്. എൻ്റെ മോനിക്ക് ഇപ്പോൾ ഒരുമിച്ച് നിങ്ങൾ ജീവിക്കണം. പെൺകുട്ടി വിളിച്ചല്ലോ, ഉമ്മയായിട്ട് എൻ്റെ മക്കൾക്ക് ഒരാൾ അവിടെ ഒരാൾ ഇവിടെയായി. എൻ്റെ മക്കൾക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നല്ലോ എന്ന് ഭയങ്കര കുറ്റബോധമായിരുന്നു. അപ്പം ഇത് കേട്ടപ്പോൾ ഉമ്മാക്ക് സമാധാനമായി മോനെ. എൻ്റെ മോനെ പല്ല് തേച്ചിട്ട് വാ, ഉമ്മ ചായ കടിയൊക്കെ എടുത്ത് മേശമ വെക്കാം.
പാട്ടാ ഉമ്മക്കിപ്പോൾ സന്തോഷമാണ് മക്കള്. ഇല്ലില്ല കുഴപ്പമൊന്നുമില്ല, ഞാൻ കഴിച്ചു, രാവിലത്തെ ഭക്ഷണം കഴിച്ചു. നീ എവിടെ സാലിക്കുട്ടി, ഓഫീസിൽ എത്തിയാ? ആ ബസ്സിൽ ഇന്ന് എങ്ങനെയുണ്ട്, തിരക്കുണ്ടായിരുന്നാ? ഇല്ലില്ല, ഞാൻ എന്താ ഇറങ്ങാൻ നിൽക്കുക. അല്ല മറ്റേ സാധനങ്ങൾ അത്രയധികം വാങ്ങണം, വരുമ്പോൾ പിന്നെ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് വരണേ, ബൈക്കിൽ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. ശരി 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 എന്നാ ഞാനേ ഒരു മിനിറ്റ്. ഇതാരാ ഇപ്പം വിളിക്കണേ? ഞാൻ ഇപ്പം വിളിക്കാം, ഒരു മിനിറ്റ്. ആ പോസ്റ്റ്മാൻ വിളിക്കുന്നുണ്ട്. ഹലോ. ചേട്ടാ പറഞ്ഞോ. ഉമ്മയാ? എന്താ ചേട്ടാ കാര്യം? അത് ഞാൻ വിളിച്ചതേ നിന്നോട് കാര്യം പറയാൻ വേണ്ടിയിട്ടാ. നിന്നെ അത്ര പരിചയമുള്ളത് കൊണ്ട് ഞാൻ നിന്നോട് പറയാനാ. അതെ, ഉപ്പ മരിച്ചതിൻ്റെ നോമിനി ഉമ്മയാണല്ലോ. അപ്പം അതിൽ കുറച്ച് പൈസ അതുമേ വന്നിട്ടുണ്ട് അക്കൗണ്ടിലേക്ക്. അപ്പോൾ ഒപ്പിടണം. അപ്പം അതിനാണ് വിളിച്ചത്. എൻ്റെ പൊന്നു ചേട്ടാ, അത് വല്ല പെൻഷൻ പൈസ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. 1000-2000 കാര്യമില്ലേ? അതിനിപ്പോൾ എന്നെ വിളിക്കണമെന്നുണ്ടാ? അതെ, രണ്ടാമത്തെ മോൻ്റെ അടുത്താണ് ഉമ്മ ഇരിക്കുന്നത്. അവിടെ എങ്ങനെ കൊണ്ടുപോയി കൊടുക്കുക, അല്ലെങ്കിൽ അവനെ വിളിച്ച് കാര്യം പറയും. എടാ മോനെ, 1000-2000 അല്ല, നിന്നോട് നല്ല പരിചയമുള്ളതുകൊണ്ട് ഞാൻ പറയണത്. ഉപ്പ മരിക്കുന്നതിൻ്റെ മുന്നേ 50 ലക്ഷത്തിൻ്റെ ഏത് ഇൻഷുറൻസ് എന്തോ ചേർന്നുണ്ട്. അത് നോമിനിയായിട്ട് കൊടുത്തിട്ടുള്ളത് നിൻ്റെ ഉമ്മാനെയാണ് നോമിനി കൊടുത്തിട്ടുള്ളത്. 50 ലക്ഷം? 50 ലക്ഷത്തിൻ്റെ ഇൻഷുറാണ് മൂപ്പർ ചേർന്നുണ്ട്. അതിൻ്റെ പൈസ നിന്നോട് വിളിച്ച് പറയണമെന്ന് തോന്നി ഞാൻ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ലെറ്റർ എൻ്റെ കയ്യിലുള്ളത്, അത് ഞാൻ നിൽക്കി കൊണ്ട് തരാം കേട്ടാ. എന്നാൽ ശരി എന്നാ. ശരി ശരി ശരി. 50 ലക്ഷം? പടച്ചോനെ, ഞാനാണെങ്കിൽ ഉമ്മാനെ അങ്ങോട്ട് തള്ളി പറഞ്ഞേക്കും ചെയ്തല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അവൻ്റെ കയ്യിൽ എങ്ങനെ പെടുമോ? അയ്യോ. ഉമ്മയൊക്കെ അവിടെ എന്ത് പറയണാവോ? നീ എണിച്ചാ എന്തൊക്കെ കഴിക്കില്ല മോനെ നീ കഴിക്കണേ? ഈ 2 എണ്ണം കഴിച്ചാൽ മതി. അതെ, ഉമ്മ ചൂടോടൊക്കെ കൊണ്ടുവന്നിക്കണ്. കഴിക്കും മോനെ 2 എണ്ണം കൂടെ. മതിമാ, പണ്ടത്തെ പോലെ വിശപ്പൊന്നുമില്ല, 2 എണ്ണം ധാരാളമാണ്. അത് സാരമില്ല മോനെ. അതെ, ചിത്തുമൊക്കെ വന്നാൽ നീ വയറ് നിറച്ച് കഴിക്കും, സമാധാനം കിട്ടും. അപ്പോൾ നീ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാത്തൊക്കെ ഉമ്മക്ക് അറിയാം. അതാരമ്മ ഫോണിൽ വിളിക്കണേ? ഉമ്മ പോയി നോക്കാം. നോക്ക്. ആരാണാവോ? മോനെ വാ. എൻ്റെ ഉമ്മാനെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം എനിക്കൊരു സമാധാനമില്ല. എൻ്റെ ഉമ്മാൻ്റെ മനസ്സ്, എൻ്റെ മനസ്സ് എന്താ ഇങ്ങനെ കല്ലായി പോയത് എനിക്കറിയില്ല. അയ്യോ എൻ്റെ ഉമ്മാനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം ഒരു പോളെ ഞാൻ കണ്ണടച്ചിട്ടില്ല. മോൻ കരയില്ലടാ മോനെ, എനിക്കറിയാം. എൻ്റെ മോൻ എന്നെ എൻ്റെ മോൻ വരുന്നു. എൻ്റെ മോൻ വിഷമിക്കണ്ട. അമ്മക്ക് ഒരു വിഷമവും ഇല്ല എന്നോട്. എന്തിനാ എൻ്റെ മോൻ ക്ഷീണിച്ച്, അന്നൊക്കെ ഉമ്മ വന്നതിനും ഇങ്ങോട്ട് ക്ഷീണിച്ച്. കരയണ്ട പോട്ടെ. ഉമ്മ മക്കളെയൊക്കെ വെറുക്കുമോ? ഒരിക്കലും വെറുക്കില്ല. എൻ്റെ മോൻ കരയണ്ട കേട്ടാ. എൻ്റെ മുത്തല്ല, എൻ്റെ മുത്ത് കരയണ്ട. എൻ്റെ മുത്ത് എന്നെ തെരഞ്ഞു വരുന്നറിയാം. എന്നെ പിരിഞ്ഞ് എൻ്റെ മോനിക്ക് ഇരിക്കാൻ പറ്റില്ല. സാറില്ല മുത്ത, കരയണ്ട കേട്ടാ. ഉമ്മാക്കും വിഷമമുണ്ട് എൻ്റെ മോനെ പറ്റി പിരിഞ്ഞ് വന്നില്ലേന്ന്. എന്നായാലും എൻ്റെ മോമ്മാനെ തിരഞ്ഞു വരുന്ന എനിക്കും അറിയാം. മോൻ കരയണ്ട. നീ ഇവിടെ ഇരുന്നേ. എന്തിനാ കരയണേ? ഞാൻ ഉമ്മാനെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ ശേഷം ഒരു പോള കണ്ണടച്ചിട്ടില്ല. ശരി, ഞാൻ നരകത്തിലേക്കല്ലമ്മ. അതൊന്നും ഞാൻ എൻ്റെ സ്വന്തം ജീവിതത്തിന് വേണ്ടിട്ടല്ലേ ഞാൻ 10 മാസം നിന്ന് പ്രസവിച്ച ഉമ്മാനെ ഞാൻ പുറത്താക്കിയത്. എനിക്ക് അള്ള ശിക്ഷ തരൂലേ? അതൊന്നുമില്ല. മോൻ ഇവിടെ ഇരുന്നേ. നല്ല കുട്ടിയായിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ മോൻ അങ്ങനെ ചെയ്യൂല. ഉമ്മാനെ ഓർക്കാത്ത ദിവസങ്ങളില്ല. ശരി അമ്മ, ഇരിക്കും മുത്തായി. എനിക്കറിയാം എൻ്റെ മോൻ എന്നെ തെരഞ്ഞു വരുന്നു. എൻ്റെ മോനക്ക് എന്നെ തെരഞ്ഞു എൻ്റെ അടുത്ത് വരാണ്ട് എൻ്റെ മോനക്ക് പറ്റില്ല. എന്താ നീ അങ്ങനെയാണ്, എന്തോ ഒരു പൊട്ടത്തരത്തിൽ എൻ്റെ മോൻ അങ്ങനെയൊക്കെ പറഞ്ഞ്. ഉമ്മക്ക് ഒരു വിഷമില്ല മോനെ. അതൊക്കെ ഉമ്മ അപ്പം തന്നെ വിട്ടു. അതൊക്കെ ഉമ്മമാർ മനസ്സിൽ കൊണ്ട് നടക്കാൻ പറ്റുമോ? അതെന്തോ എൻ്റെ മോനക്ക് അന്ന് അങ്ങനെ തോന്നിപ്പോയി, അത്രയ്ക്ക് തന്നെ ഉള്ളൂ.
ഞാൻ ഉമ്മാൻ്റെ അടുത്തൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. ഉമ്മ എൻ്റെ ഒപ്പം വരണം. ഉമ്മാനെ അവിടെ നാട്ടി പറഞ്ഞേച്ചതിനും അപ്പുറത്തുകാരും ഇപ്പുറത്തുകാരും ഓരോന്ന് പറയുന്നതിനും ഉമ്മ എൻ്റെ ഒപ്പം വന്നിരിക്കണം. ഞാനിനി അങ്ങനെ ഒന്നും ചെയ്യില്ലമ്മ. ഞാൻ മാറിമ്മ. എനിക്ക് മനസ്സിലായി അങ്ങനെയൊന്നും ഉമ്മമാരെ ചെയ്യാൻ പാടില്ല എന്നും ചെയ്ത് കഴിഞ്ഞാൽ പടച്ചോൻ പൊറുക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഉമ്മ എൻ്റെ കൂടെ വരണം. ഞാൻ ഉമ്മനെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. ഉമ്മ വരില്ലമ്മ എൻ്റെ ഒപ്പം. വാമ്മ എൻ്റെ ഒപ്പം. മോൻ വിഷമിക്കണ്ട. ഉമ്മ വരാം എൻ്റെ മോൻ്റെ കൂടെ. ഉമ്മ പിന്നെ നിങ്ങളുടെ അടുത്തൊക്കെ വരാണ്ട് പിന്നെ ആരെടുത്താൽ മോനെ പോകുക? ഉമ്മക്ക് പിന്നെ നിങ്ങളല്ലാണ്ട് പിന്നെ ഉമ്മക്ക് ആരുള്ളത്? എനിക്കറിയാം. എൻ്റെ 2 മക്കൾ എന്നെ അതിൽ നല്ലോണം സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഓരോ സമയം ഓരോ പൊട്ട ഇത് അന്ന് എൻ്റെ മോനക്ക് തോന്നി. എൻ്റെ മോൻ നല്ല കുട്ടിയാണ്. ഞാൻ ഇവിടെ വന്നിട്ട് ഉണ്ണിയോടും പറഞ്ഞു, എന്താണ് അവർക്ക് അങ്ങനെ ഒരിക്കലും ചെയ്യില്ല മോനെ, എനിക്ക് അവിടെ നിൽക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. എന്താ കുട്ടി ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല. എൻ്റെ മോൻ അങ്ങനെ ചെയ്യൂല. അത് സാറില്ല. എൻ്റെ മോൻ്റെ കൂടെ ഞാൻ വരാം. ഞാൻ വരാണ്ട് പിന്നെ ആരാ വരിക? മോൻ്റെ കൂടെ ഞാൻ വരാം. അമ്മ ഇപ്പോഴാണമ്മ എനിക്കൊന്ന് സമാധാനമായത്. എൻ്റെ ഒപ്പം വന്നാലേ എനിക്ക് സമാധാനമാവുള്ളൂ. ഉമ്മ വരാമെന്ന് പറഞ്ഞല്ലോ, അത് മതി. ഉമ്മ ഒന്നിൻ്റെ വന്നമ്മ. മോൻ വിഷമിക്കല്ലട മോനെ. ഈ ഇങ്ങനെയൊക്കെ വിഷമിക്കുമ്പോഴാണ് ഉമ്മ കഴിയാറ് വിഷമം. ആ ഇത് ഉണ്ണി വിളിക്കണേ. ഇപ്പം എന്തായാലും ചോദിക്കട്ടെ കേട്ടാ. എന്താ മോനെ? കള്ളപ്പടിയൊക്കെ വിശ്വസിച്ച് നിന്നുണ്ട്. എന്താ ഒരു വഴി? 50 ലക്ഷം അവനങ്ങനെ എടുത്ത് കൊടുക്കുമോ? ഇല്ല, ഞാൻ പറഞ്ഞൊക്കെ വിശ്വസിച്ചില്ലേ. വരട്ടെ, കൊണ്ടുപോവാം. ഞാനെല്ലാം കേട്ടോണ്ടിരിക്കുക. ഉമ്മ എന്ത് വിചാരിച്ചിട്ടാണ് അവൻ്റെ കൂടെ പോവാന്ന് പറയണമ്മ? നീ കണ്ടില്ല മോനെ, എന്ത് കരച്ചില കാര്യമെന്ന് കണ്ടില്ല? എത്രമാത്രം മനസ്സിന് വേദന തട്ടിയിട്ടാണ് വന്നിക്കണം. ഉമ്മ വന്ന പിന്നെ ഒരു പോളെ കണ്ണടച്ചിട്ടില്ല എന്നാ പറയണ എൻ്റെ കുട്ടി. അപ്പോൾ ഉമ്മാടെ മനസ്സ് അങ്ങനെ ഉണ്ടാവും മോനെ. ഞാൻ പോകാം അവൻ്റെ കൂടെ. ഉമ്മാർക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഉമ്മ അവൻ കാണിച്ചു കൊടുക്കുന്നത് അഭിനയമാണ് ഉമ്മ, അല്ലാണ്ട് ഉള്ളതൊന്നല്ല. ആ കരച്ചിലൊക്കെ ഫുള്ള് കണ്ണീര് കള്ളക്കരച്ചിലാണ്. ഉമ്മക്കൊന്നും അറിയാത്ത എന്താ? ഉമ്മക്ക് അവനെ അറിയാൻ്റെ കൂടുതൽ മാറ്റി എനിക്കതിനെ അറിയുന്നതുകൊണ്ടാണ് ഞാൻ പറയണത്. അത് ഫുള്ളും കള്ളത്തരാണത്. അതെ, നീ ഒന്നും പറയണ്ട. എന്ത് കരച്ചില എൻ്റെ കുട്ടി കരയുന്നറിയാം. എനിക്ക് അവനും നീയും ഒരേപോലെയാണ്. അവനങ്ങനെ ചെയ്ത് പറഞ്ഞിട്ട് എൻ്റെ മോനല്ലാണ്ടാവുക മോനെ. നീ അങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ പോയി കുറച്ച് ദിവസം അവൻ്റെ കൂടെ നിൽക്കാം. എന്തായാലും ചിത്തു വരുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കും. എനിക്ക് എപ്പോൾ വേണമെങ്കിലും വരാമല്ലോ മോനെ. ഇനിയിപ്പോൾ അവരുടെ വീട്ടിലേക്കൊന്നും അല്ലല്ലോ. എൻ്റെ മോനെടുത്തോ വാടക വീട്ടിലേക്കല്ലേ എന്നാ വരുന്നത്. ധൈര്യമായിട്ട് എനിക്ക് വരാം. അപ്പോൾ ഒക്കെ വിളിച്ചാൽ ഞാൻ പോകാൻ മോനെ. നീ ഒന്നും പറയല്ലേ. പോകണ്ടാ നീ പറയില്ല. ഒക്കെ ഒരു അഭിനയമല്ല. എൻ്റെ കുട്ടി എന്ത് കരച്ചിലാണ് കരയുന്നത് കണ്ടില്ലേ? ഉമ്മയുടെ നെഞ്ഞ് തകർന്നു പോകുക അത് കാണുമ്പോൾ. എത്ര കിട്ടിയാലും ഉമ്മ എന്താ പഠിക്കാത്ത ഉമ്മ? ഞാൻ പറഞ്ഞ കേക്കുമാ. അതെ, മോൻ ഒന്നും പറയണ്ട. ഉമ്മ പറയണത് മോൻ കേൾക്ക്. ഓ, എന്തോ ഒരു പുതിയൊരു ഉടായ്പായിട്ട് വന്നിട്ടുണ്ടാവും. എന്ത് ഉടായ്പാന്ന് പഠിച്ചോ എനിക്ക് അറിയാം. യാറേ, ആ ഉമ്മ ചായ കുടിച്ചോമ്മ? പിന്നെ ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഉമ്മ പറഞ്ഞോട്ടാ. അതിനൊന്നും മടിക്കണ്ട. പിന്നെ ഉമ്മാനോടൊരു കാര്യം പറയാനുണ്ട് ഉമ്മ. എന്താ മോനെ? അത് എങ്ങനെ ഞാൻ ഉമ്മാൻ്റെ അടുത്ത് പറയാ? ഉമ്മ, നമ്മുടെ ഈ വീടുണ്ടല്ലോ ഉമ്മ, ലോണിലാണ്. അത് മാത്രല്ല, എനിക്കാണെങ്കിൽ ഒരു ലോഡ് കടവാ. ലോണ്, കുറി, പലിശയ്ക്ക് കൊടുക്കാനുള്ളത്. എന്തിനു പറയണം? ആ സാലിക്കുട്ടിക്ക് ജോലി വാങ്ങി കൊടുത്ത് തന്നെ 5 ലക്ഷം രൂപ അഡ്വാൻസ് അവിടെ കിട്ടിയിട്ടാണ്. ഞാൻ ഒരാളെ എന്തൊക്കെ ചെയ്യാനാണ്? ഇത്രയും കടവ് വെച്ചിട്ട് അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ടെൻഷനാവുക. മരിക്കണം എന്ന് തോന്നുന്നു എനിക്ക്. അങ്ങനെയൊന്നും പറയല്ല മോനെ. കടം വീടും അതിനിങ്ങനെയാണ്. അല്ല, അങ്ങനെയൊന്നും പറയല്ലേ. ഉമ്മ പോകുമ്പോൾ മോനക്ക് ഇത്ര കടങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഷാലിക്കുട്ടിന് ജോലിക്ക് വേണ്ടി കുറച്ചുണ്ട്, അത് മാത്രമല്ലേ. ബാക്കി ഇത്ര കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പെട്ടെന്ന് ഇത്ര കടം വരാൻ? അത് ഉമ്മാക്ക് അറിയണ കടം. ഇതൊന്നും അറിയാത്ത കടമാണ് ഉമ്മ. നാളെ തന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേ ആ നമ്മുടെ പള്ളിയിൽ അവിടെ വെച്ചിട്ട് ആ പലിശക്കാരൻ എൻ്റെ കോളറ പിടിച്ചപ്പോൾ ഞാനാണ്ട് ഇല്ലാണ്ടായി. നമ്മുടെ ഉപ്പയൊക്കെ പള്ളിയിലത്തെ പ്രസിഡൻ്റ് ആയിരുന്നില്ലമ്മ. പട മോനെ എനിക്ക് തന്നെ ഈ അവസ്ഥ വരുമ്പോൾ അതൊക്കെ വല്ലാത്തൊരവസ്ഥയല്ലേ.
ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വീട് എന്നായാലും അവർ ജപ്തി ചെയ്യാൻ വരും. അപ്പോൾ എൻ്റെ പേരിലാണെങ്കിൽ ജപ്തി ചെയ്യും. അതേ ഒരു സ്ത്രീയുടെ പേരിലാണത്ര ഇപ്പോൾ ജപ്തി ചെയ്യില്ലത്ര. അപ്പം ഞാൻ ഈ വീടും ഈ സ്ഥലവും ഉമ്മയുടെ പേരിലേക്ക് ആക്കിയാലോ എന്ന് ആലോചിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പേപ്പറും കാര്യങ്ങളും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഉമ്മാനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും മോനെ? ഉമ്മയായിട്ട് സഹായിക്കാം. ഉമ്മാൻ്റെ കയ്യിൽ പൊന്നും പണം ഒന്നുമില്ല. ഇനിയിപ്പോൾ ഉണ്ണിയോട് പറഞ്ഞിട്ട് എന്തെങ്കിലും സഹായിക്കാൻ പറയട്ടെ. അവൻ്റെ അടുത്താ അതൊന്നും വേണ്ടമ്മ. അല്ലെങ്കിൽ തന്നെ അവൻ എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. നീ ഇതും കൂടി ആണെങ്കിൽ അതൊന്നും ശരിയാവില്ലമ്മ. എന്നാൽ പിന്നെ അങ്ങനെ അവൻ്റെ അത് വേണ്ടെങ്കിൽ എൻ്റെ മുമ്പ് പറയണ പോലെ എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാൻ പോലെ. വീട് ജപ്തി എന്നൊക്കെ പറയുമ്പോൾ ഉമ്മക്ക് കൂടി പേടിയാണ്. എത്ര ആഗ്രഹിച്ച് നമ്മളൊരു വീടൊക്കെ വാങ്ങലും വെക്കലൊക്കെ. എന്നാൽ മോൻ പറഞ്ഞ പോലെ നമ്മളുടെ പേരിലാക്കിക്കോ, ഉമ്മ ഒപ്പിട്ട് തരാം. ആ അമ്മ, ഒരു മിനിറ്റ് ഇട്ടമ്മ, ഞാൻ ഇപ്പം എടുത്തിട്ട് വരാം. പോയി പിന്നെ എൻ്റെ മോൾക്ക് എന്തോരം ബുദ്ധിമുട്ടും കഷ്ടപ്പാടും കട്ട ഉമ്മനെ വന്ന് അറിഞ്ഞിക്കണ കുറച്ച് മക്കളുടെ കഷ്ടങ്ങളൊക്കെ തീർത്തു കൊടുക്കറൊക്കെ. ഇതൊക്കെ കഷ്ടപ്പാടെന്നൊക്കെ ഒരു നോണം പറഞ്ഞൊന്ന് ഒപ്പിട്ട് വാങ്ങിക്കാനായിട്ട്. ഇതൊന്ന് കെട്ടിയിട്ട് വേണം 50 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് നേരെ ഇട്ടിട്ട് ഈ സാധനത്തിനൊക്കെ ചവിട്ടി പുറത്താക്കാൻ. ശരിയാക്കി തരാം. ഇവിടെ ഒരു ഉപ്പിട്ടാൽ മാത്രം മതിമ്മ. ഇവിടെ ഇവിടെ ആ ഇല്ല, എല്ലാം ഇംഗ്ലീഷിലാണല്ലോ മോനെ. ഇതിപ്പോൾ എല്ലാം ഇംഗ്ലീഷിലേ വരുള്ളൂ. അപ്പോൾ ഒന്നും മലയാളത്തിലൊന്നും ഇപ്പോൾ വരില്ല. ഇല്ല, ഞാൻ അവനോടൊരു വാക്ക് ചോദിക്കട്ടെ മോനെ.